നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം, 9 ജവാന്മാർക്ക് വീരമൃത്യു. ബിജാപൂരിൽ IED സ്ഫോടനം നടത്തിയത് സൈനിക വാഹനത്തിന് നേരെ. ചെന്നൈയിലും ബംഗാളിലും HMV വൈറസ് സ്ഥിരീകരണം. ചെന്നൈയിൽ 2 കുട്ടികൾക്കും ബംഗാളിൽ 1 കുട്ടിക്കും വൈറസ് ബാധ. രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 6 ആയി. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പുറത്തേക്ക്, ഉടൻ രാജിവെക്കുമെന്ന് സൂചന. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ട്രൂഡോ പാർട്ടിക്ക് ബാധ്യതയായെന്ന MPമാർ. നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷയേറുന്നു. മലയാളി നഴ്സിന്റെ വധശിക്ഷയിൽ യമൻ പ്രസിഡന്റിന്റെ അംഗീകാരമില്ലെന്ന് എംബസി. ശിക്ഷ അംഗീകരിച്ചത് ഹൂതി നേതാവ് മാത്രമെന്നും റിപ്പോർട്ട്. ചർച്ചകൾക്കായി ഇറാൻ ഇടപെട്ടേക്കുമെന്നും സൂചന. $1000 കോടി ഭാരത ഫ്രാൻസ് പ്രതിരോധ കരാർ ഉടൻ. ഫെബ്രുവരിയിൽ പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ധാരണകൾ ഒപ്പുവെക്കുമെന്ന സൂചന. വിശദമായ വാർത്തകളിലേക്ക്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകരാക്രമണം. ബിജാപൂരിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരർ IED സ്ഫോടനം നടത്തിയത്. ആക്രമണത്തിൽ 9 ജവാന്മാർക്ക് വീരമൃത്യു. ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിലാണ് ഡ്രൈവർ ഉൾപ്പെടെ ജില്ലാ റിസർവ് ഗാർഡിലെ 9 ജവാന്മാർ വീരമൃത്യു വരിച്ചത്. നാരായൺപൂർ മേഖലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംയുക്ത പരിശോധന നടത്തി മടങ്ങുകയായിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെയാണ് സ്ഫോടനമുണ്ടായത്. വാഹനത്തിൽ 20 സൈനികർ ഉണ്ടായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മേഖലയിൽ പരിശോധന നടത്തുകയാണെന്നും നാരായൺപൂർ മേഖലയിലെ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചെന്നും ബസ്തർ IG P സുന്ദർരാജ് അറിയിച്ചു. तत्पश्चात जो पूरा सर्चिंग के बाद टीम वापस आ रहे थे। इस दौरान जिला बीजापुर की थाना बेदरे कुट्टू के बीच अम्बेली के इलाके में माओवादी द्वारा लाया गया IED के चपेट मारने से हमारा सुरक्षा बल की एक गाड़ी जिसमें टोटल 8 जवानों को शहादत होगी, DIG दंतेवाड़ा टीम का, और एक ड्राइवर। कुल 9 लोग के इस घटना में कैजुअल्टी होगी। अभी आसपास इलाके में रीइंफोर्समेंट टीम द्वारा सहायता के लिए पहुंच गई थी। अभी सर्चिंग जारी है। सर्चिंग उपरांत और डिटेल से जानकारी प्राप्त हो सकता है. കഴിഞ്ഞ 3 ദിവസമായി നാരായൺപൂർ, ദന്തേവാഡ, ബീജാപൂർ മേഖലകളിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി വിവിധ സുരക്ഷാ ഏജൻസികൾ സംയുക്ത പരിശോധന നടത്തിവരികയാണ്. बीजापुर से ये एक नक्सलियों की कायराना हरकत की जानकारी आई है। सभी नौजवानों के प्रति मैं अपनी विनम्र श्रद्धांजलि अर्पित करता हूँ। ये नक्सलियों की कायराना हरकत है। जिस प्रकार से सुरक्षा बल के जवान अंदर घुसकर नक्सल मुक्त करने की दिशा में काम कर रहे हैं, ये हताशा में, निराशा में की गई कार्रवाई है। इन जवानों की शहादत जाया नहीं जाएगी और बहुत जल्दी छत्तीसगढ़, बस्तर नक्सल मुक्त होगा. കഴിഞ്ഞ മാസം കാങ്കർ മേഖലയിലെ ഏറ്റുമുട്ടലിൽ 5 ഭീകരരെ വധിച്ച് വൻ ആയുധശേഖരം പിടിച്ചെടുത്തിരുന്നു. ജനം, ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കായംകുളത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് 200-ലേറെ പേർ BJPയിലേക്ക്. പരിപാടിയിൽ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് ഈ രാജ്യത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് ടെക്നോളജി ഉള്ള സ്കൂളുകൾ ഉണ്ടായത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് എല്ലാവർക്കും കുടിക്കാൻ ശുദ്ധജലം കൊടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ നേതൃത്വം കൊടുത്തപ്പോഴാണ് കേരളത്തിലെ നായനാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ नायनार आइए, दिल्ली में बैठिए, कुछ समय बात कीजिए. വിളിച്ചു അടൽ ബിഹാരി വാജ്പേയി. നായനാർ പോയി ഇടതുഭാഗത്ത് തന്നെ കസേരയിട്ടിരുന്നു. എന്നിട്ട് ക്യാ സമാചാർ നായനാർ ചോദിച്ചപ്പോ നായനാർ കണ്ണിറുക്കി കാണിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അടൽ ബിഹാരി വാജ്പേയി നായനാരോട് പറഞ്ഞെന്താണെന്ന് അറിയുമോ? ഞാൻ നോർത്ത് ഇന്ത്യയുടെ തെരുവീതിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ മടിശീലയിൽ 10 നാണയത്തുട്ടില്ലാത്ത ഒരമ്മയെ കണ്ടു. കുഴിയിലാണ്ട കണ്ണുകളും വിഷുന്നത്തിയ വയറുമായി ജീവിക്കുന്ന ആ അമ്മ പറഞ്ഞു, എന്റെ വീടിനെ സംരക്ഷിക്കാൻ എനിക്ക് ആരുമില്ല മോനെ എന്ന് പറഞ്ഞ് അടൽ ബിഹാരി വാജ്പേയിയെ തൊഴുത് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ആരാധന അടൽ ബിഹാരി വാജ്പേയി തന്റെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള തന്റെ സഹപ്രവർത്തകന്മാർ
അതിനുവേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കണം. അതാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയ. അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രക്രിയയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറത്ത് വെച്ചിട്ട പേരാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ BBC ബാബു ഇപ്പൊ BJP-യിൽ വന്നു. ആ കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി സ്വപ്നം കണ്ടതെങ്കിൽ ആ കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിച്ചു. കുടുംബശ്രീ ADS-ഉം CDS-ഉം അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നവർ മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ നിർബന്ധിച്ചു. ഇന്ത്യയിൽ അതിപ്രഗത്ഭനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സ്വപ്നം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, അവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നമാണെങ്കിൽ അവിടെയും നിങ്ങൾ വെള്ളം ചേർത്തു. എന്നാൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ സംസ്കാരത്തെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏകാത്മ മാനവ ദർശനത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ അപമാനിച്ചു. ശ്രീനാരായണ ഗുരുദേവനാണ് സുബ്രഹ്മണ്യാഷ്ടകം എഴുതിയത്. നിങ്ങൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് ആണ് ഗുരുദേവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇടക്കാലത്ത് പാർട്ടി യോഗങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് അമ്പലങ്ങളെല്ലാം തച്ചു തകർത്ത് കപ്പങ്ങളുമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് ക്ഷേത്ര കമ്മിറ്റികളിൽ, അമ്പല കമ്മിറ്റികളിൽ ഞാനോ നീയോ മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് സർവത്ര അമ്പല കമ്മിറ്റികളിലും കയറിയിരുന്നു കൊണ്ട് വിശ്വാസമില്ലാത്ത ദേവസ്വം ബോർഡ് മന്ത്രി ശബരിമലയിൽ കയറി നിന്ന് കൈകുപ്പി അയ്യപ്പനെ തൊഴണോ, കൈ കെട്ടി നിൽക്കണോ, അങ്ങനെ കൈ ധരിക്കുകയാണ് മന്ത്രിക്ക്. കാരണം എന്താണ്? മുൻ മന്ത്രി തെറിച്ചു. രാധാകൃഷ്ണനായിരുന്നു, എന്റെ നാട്ടുകാരനാണ്, തൃശ്ശൂർ ജില്ലക്കാരനാണ്, ദേവസ്വം വകുപ്പ് മന്ത്രി, മുൻ മന്ത്രി. ഒരു കാരണവുമില്ലാതെ ഡൽഹിയിൽ ഒരു പണിയുമില്ല. നരേന്ദ്രമോദിയുടെ കൂടെ പോയിരുന്നത് അവിടെ എന്ത് ചെയ്യാനാണ്? അവിടെ ആകെ കപ്പലണ്ടി മിഠായി വാങ്ങിയിട്ട് വിരലിലെണ്ണാവുന്ന സഖാക്കൾ മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ കേരളത്തിലെ മന്ത്രിയായി വിഹരിച്ചു നടന്നിരുന്ന ഒരു മനുഷ്യനെ ആ സ്ഥാനത്ത് നിന്ന് തട്ടിത്തെറിപ്പിച്ച് അവിടെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചു. ഒന്നുമില്ല രാധാകൃഷ്ണൻ അവിടെ ചെയ്യാൻ. എന്നാലും എന്താ ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ശബരിമലയിൽ അയ്യപ്പന്റെ വിഷയമുണ്ടായ സമയത്ത് അന്ന് ശബരിമലയില് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സമരം നടത്തിക്കൊണ്ട് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് കിടന്നപ്പോ 11 ദിവസത്തിലധികം തുള്ളി വെള്ളം പോലും കുടിക്കാതെ നിരാഹാര വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞങ്ങളൊക്കെ സമരം കിടക്കുകയായിരുന്നു. അന്ന് ഞങ്ങളാണ് ഈ സനാതന ധർമ്മത്തെ നഷ്ടപ്പെടുത്താൻ, നശിപ്പിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. വീണ്ടും വാർത്തകളിലേക്ക്. HMV വൈറസ് വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നദ്ദ. ചൈനയിലെയും അയൽ രാജ്യങ്ങളിലെയും സ്ഥിതിഗതികൾ ICMR-ഉം ദേശീയ രോഗനിയന്ത്രണ കേന്ദ്രവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. HMPV ഒരു പുതിയ വൈറസ് അല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Health experts have clarified that HMPV virus is not a new virus. It was first identified in 2001 and it has been circulating in the entire world since many years. HMPV spreads through the air by way of respiration. This can affect persons of all age groups. The virus spreads more during the winter and the early spring months. On recent reports, the cases of HMPV in China, the Health Ministry, the Indian Council for Medical Research and the National Center for Disease Control are keeping a close watch on the situation in China as well as in the neighboring countries. WHO has taken cognizance of the situation and will share their report shortly with us. The country data for respiratory viruses available with Indian Council for Medical Research, ICMR, and the Integrated Disease Surveillance Program has also been reviewed and no surge in any of the common respiratory viral pathogens is observed in India. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ?
വിഷ്ണു, HMP വൈറസ് വ്യാപനത്തിൽ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തിയതിനു ശേഷമാണ്, ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗം നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. HMP വൈറസ് വ്യാപനം യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. കാരണം നിലവിൽ ഈ വൈറസ് നിർണ്ണയിക്കുന്നതിന്, അതിന്റെ രോഗം കണ്ടെത്തുന്നതിനും ചികിത്സയ്ക്കും വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഇതിനോടകം തന്നെ രാജ്യത്തുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ആരോഗ്യ മേഖല ഈ വിഷയത്തെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് JP നദ്ദ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി JP നദ്ദ ചൂണ്ടിക്കാട്ടിയതും ഒപ്പം ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നതും HMP വൈറസ് എന്നുള്ളത് ഒരിക്കലും കൊറോണ അല്ലെങ്കിൽ കോവിഡ് വൈറസിനോട് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം കോവിഡ് എന്നതൊരു പുതിയ വൈറസ് ആയിരുന്നു. അത് ഏത് രീതിയിൽ അതിന്റെ നിർണയം തൊട്ട് അതിന്റെ ചികിത്സ വരെ എല്ലാം പുതിയ രീതിയിൽ നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നു. എന്നാൽ HMP വൈറസ് മുൻപ് 2001 ലോകത്ത് വിവിധയിടങ്ങളിൽ, ഇന്ത്യയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ഡിറ്റക്ട് ചെയ്തിരുന്നു. അതിന്റെ ചികിത്സാ രീതികൾ ആരോഗ്യ മന്ത്രാലയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് പരിചിതമാണ്. അതിന്റെ രോഗനിർണയം മുതൽ ചികിത്സയും അതിന്റെ രോഗികളുടെ പരിചരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിന്റെ ചികിത്സാ രീതികൾ, ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് പരിചിതമുള്ളതാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലും HMP വൈറസിനെ കോവിഡ് വൈറസുമായി താരതമ്യം ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആരോഗ്യ വിദഗ്ധരും ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രണ്ടാമത്, ഇപ്പോൾ ചൈനയിൽ നടക്കുന്ന HMP വൈറസിന്റെ വ്യാപനം, ഒപ്പം മറ്റു വിദേശ രാജ്യങ്ങളിൽ ഈ വൈറസുമായി ബന്ധപ്പെട്ട വ്യാപനവും, രാജ്യത്ത് നിലവിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഗുജറാത്തിലും ഉൾപ്പെടെ ഈ വൈറസ് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ വൈറസ് നിർണ്ണയിച്ചിട്ടുള്ള, അത് കണ്ടെത്തിയിട്ടുള്ളവരുടെ സാമ്പിളുകൾ വിശദ പരിശോധന നടത്തുന്നുണ്ട്. അത് ചൈനയിൽ നടക്കുന്ന വൈറസ് വ്യാപനം തന്നെയാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പുരോഗമിക്കുകയാണ്. ICMR-ഉം ഒപ്പം രാജ്യത്തെ ആരോഗ്യ മേഖലയും ആരോഗ്യ മന്ത്രാലയവും ഇക്കാര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് തരത്തിലുമുള്ള വെല്ലുവിളികൾ നേരിടാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ വൈറസ് വ്യാപനം നിർണയം കണ്ടെത്തുകയാണെങ്കിൽ അതിനെ നേരിടുന്നതിനും കിടത്തി ചികിത്സയ്ക്കും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഈ HMP വൈറസിന്റെ കാര്യത്തിലില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയും ഒപ്പം ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപ് ഡൽഹി എയിംസിലെ ആരോഗ്യ വിദഗ്ധർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹവും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് യാതൊരു തരത്തിലും HMP വൈറസ് വലിയ രീതിയിൽ പടർന്നു പിടിച്ചുകൊണ്ടൊരു കോവിഡ് വൈറസ് കണക്കെ ഒരു വലിയ ആശങ്കയിലേക്ക് ഒരിക്കലും അത് പോകില്ല. കാരണം മുൻപ് വന്നതുകൊണ്ട് തന്നെ പല കുട്ടികളിലും അല്ലെങ്കിൽ പല ആളുകളിലും HMP വൈറസിനെതിരെയുള്ള പ്രതിരോധ ശേഷി ഇതിനോടകം തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു വ്യാപനത്തിലേക്ക് HMP പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ വിഷയം സസൂക്ഷ്മം പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് വരുന്നവർക്ക് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും രോഗനിർണയ പരിശോധന നടത്തണമെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിലും ബംഗാളിലും HMP വൈറസ് സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ 2 കുട്ടികൾക്ക്, ബംഗാളിൽ 1 കുട്ടിക്കുമാണ് നിലവിൽ വൈറസ് ബാധ ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചത്. HMP വൈറസ് സ്ഥിരീകരിച്ചത് ചെന്നൈയിലെ തേനംപെട്ട്, ഗിണ്ടി എന്നിവിടങ്ങളിലാണ്. ഇതോടെ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 6 ആയി. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്ന് ആദ്യം ഈ കേസ് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരുവിലാണ്. ബംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ ബംഗളൂരുവിലെ രണ്ടാമത്തെ കേസും റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഗുജറാത്തിലും അതിനുശേഷം തമിഴ്നാട്ടിലെ ചെന്നൈയിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും ഈ വിഷയം വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികളിലാണ് വൈറസ് ബാധ ഉണ്ടായത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു കാര്യം. ഈ HMP വൈറസ് ബാധിച്ച കുട്ടികളിൽ അതൊരു 10%, അതായത് മൊത്തം കുട്ടികളിൽ ഇത് ബാധിക്കുന്ന കുട്ടികളിൽ 10% പേർക്കെങ്കിലും ഇത് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. അത് ലങ് ഇൻഫെക്ഷനും അതുപോലെ തന്നെ ഗുരുതരമായ ന്യൂമോണിയയിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന ഒരു വസ്തുതയും നിലനിൽക്കുന്നു. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഈ വൈറസ് ഈ അടുത്ത ദിവസങ്ങളിലായാണ്, ഇപ്പോൾ നമുക്ക് നേരത്തെ ജിഷ്ണുവൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ അടുത്ത ദിവസങ്ങളിലാണ് ഭാരതത്തിൽ അതിൻ്റെ ഒരു സാന്നിധ്യമുണ്ടോ എന്ന സംശയമുണ്ടായത്. പക്ഷേ ഇത് ചൈനയിലേതാണോ, അതായത് ചൈനയിൽ പടർന്നു പിടിച്ച HMP വൈറസ് തന്നെയാണോ എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. അതിൻ്റെ ജനിതകമായ ഘടനയെ സംബന്ധിച്ചുള്ളൊരു കമ്പാരിസൺ സ്റ്റഡിയൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് ഭാരതത്തിൽ തന്നെ നേരത്തെ 58 മുതൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. 2001 ഇക്കാര്യം കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ജലദോഷത്തിൻ്റെ വൈറസ് തന്നെ കുറച്ചുകൂടെ പടർന്നു പിടിക്കുന്ന ഒരു സ്വഭാവത്തിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് HMP വൈറസിനെ കുറിച്ച് സംബന്ധിച്ചുണ്ടാകുന്നത്. അത്തരത്തിലൊരു HMP വൈറസ് ഇപ്പോൾ വൈറസ് ബാധ്യത അതീവ ഗുരുതരമായൊരു സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്ന നിരീക്ഷണം തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ കേസ്, അതായത് ബംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ 4 മാസമായ കുട്ടിക്ക് 3 മാസമായ പ്രായമായ കുട്ടിക്ക് ഈ രോഗബാധ സ്ഥിരീകരിച്ച എന്ന റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ആ രോഗബാധ മാറി, അതല്ലെങ്കിൽ അത് ആ രോഗലക്ഷണങ്ങളില്ലാതെ രോഗബാധ പൂർണ്ണമായും ഇല്ലാതായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നൽകുന്ന വിഷയങ്ങളുണ്ട്. വലിയ തോതിൽ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന റിസ്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ രോഗത്തിൻ്റെ നിലവിലെ സ്ഥിതി ഭാരതത്തിൽ എന്നതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായ ഒരു പ്രശ്നമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ജനം ടിവിയുമായി സംബന്ധിച്ച ഡോക്ടർമാരെല്ലാവരും തന്നെ അതുതന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത നിരീക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികളിൽ ഇത് വരികയാണെങ്കിൽ അടിയന്തര വൈദ്യസഹായം ഉൾപ്പെടെ തേടേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുട്ടികളിൽ ഇത് കുറേ കൂടെ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രായമായവരിലും അതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങൾ, രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ പ്രമേഹം തുടങ്ങിയ വിഷയങ്ങളുള്ളവരിലെല്ലാം തന്നെ ഇത് ബാധിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഗൗരവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം മുൻകരുതലുകൾ എടുക്കുക മാത്രമാണ് വേണ്ടതെന്നും ആശങ്ക വേണ്ടതില്ലെന്നും വളരെ കൃത്യമായി ആരോഗ്യ മന്ത്രാലയങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും അറിയിക്കുന്നു. യെസ്, വിഷ്ണു ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. $1000 കോടി ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ കരാർ ഉടൻ യാഥാർത്ഥ്യമാകും. ഫെബ്രുവരിയിൽ പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ധാരണകൾ ഒപ്പുവെക്കുമെന്നാണ് സൂചന. 26 റഫാൽ ഫ്ലൈറ്റുകളും 3 സ്കോർപിയോൺ ക്ലാസ് മുങ്ങിക്കപ്പലുകളും ഉൾപ്പെടുന്നതാണ് പ്രതിരോധ ഇടപാട്. ഇന്ത്യയും ഫ്രാൻസുമായി $1000 കോടി പ്രതിരോധ കരാർ തയ്യാറാക്കുന്നു. ഫെബ്രുവരിയിലെ പാരീസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരാർ ഒപ്പുവെക്കുമെന്നാണ് സൂചന. 26 റഫാൽ വിമാനങ്ങളും 3 മുങ്ങിക്കപ്പലുകളും വാങ്ങാനുള്ള ധാരണയ്ക്കാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ഫെബ്രുവരി 10, 11 തീയതികളിലായിരിക്കും പ്രധാനമന്ത്രി പാരീസ് സന്ദർശിക്കുക. AI സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി പാരീസിലെത്തുന്നത്. സന്ദർശന വേളയിൽ തന്നെ കരാറുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. 2 ആഴ്ചയ്ക്കകം രാജ്യസുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റി വിഷയം പരിശോധിച്ച് അനുമതി നൽകുമെന്നാണ് സൂചന. 3 സ്കോർപിയൻ ക്ലാസ് മുങ്ങിക്കപ്പലുകളും ഫ്രാൻസിൽ നിന്നും വാങ്ങുന്നുണ്ട്. മസഗോൺ ഡോക്ക് ഷിപ്പിംഗ് കമ്പനിയുമായി സഹകരിച്ചായിരിക്കും മുങ്ങിക്കപ്പലുകളുടെ നിർമ്മാണം നടക്കുക. 22 സിംഗിൾ സീറ്റർ റഫാൽ ജെറ്റുകളും 4 പരിശീലന വിമാനങ്ങളുമായിരിക്കും ഉൾപ്പെടുക. നാവികസേനയുടെ INS വിക്രാന്ത്, INS വിക്രമാദിത്യ തുടങ്ങിയ പടക്കപ്പലുകൾ കേന്ദ്രീകരിച്ചായിരിക്കും റഫാൽ ജെറ്റുകൾ പ്രവർത്തിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉടൻ രാജിവെക്കുമെന്ന സൂചന. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ജസ്റ്റിൻ ട്രൂഡോ പാർട്ടിക്ക് ബാധ്യതയായെന്ന് MPമാർ ആരോപിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലെ വളരെ വലിയൊരു പ്രതിരോധം തന്നെയല്ലേ ജസ്റ്റിൻ ട്രൂഡോ നേരിടുന്നത്? തീർച്ചയായും വിഷ്ണു, വലിയൊരു പ്രതിരോധം ജസ്റ്റിൻ ട്രൂഡോ നേരിടുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ പ്രതിരോധം ലിബറൽ പാർട്ടി, അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ലിബറൽ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലിബറൽ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടിയും ഇക്കാര്യത്തിൽ ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, അതായത് നമുക്കറിയാവുന്നതാണ്, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ 25% കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുമെന്നൊരു നിലപാടെടുത്തിരുന്നു. അത്തരം നിലപാടുകളെ പ്രതിരോധിക്കുന്നതിന് ജസ്റ്റിൻ ട്രൂഡോ കൃത്യമായ ഒരു നീക്കം, അതായത് തന്ത്രപരമായൊരു നീക്കം നടത്താനുള്ള ഒരു ആലോചനയും നടത്തിയിരുന്നു. അത് പവർ സപ്ലൈയും സംബന്ധിച്ച്, അതായത് കാനഡയിൽ നിന്നുള്ള വൈദ്യുതി വിതരണം സംബന്ധിച്ച്, അമേരിക്കയിലേക്കുള്ള വൈദ്യുതി വിതരണം സംബന്ധിച്ച ചില നീക്കങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ അത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കം നടത്തി അമേരിക്കയെ പ്രതിരോധത്തിലാക്കുക എന്നൊരു നീക്കമാണ് അദ്ദേഹം ആലോചിച്ചത്. എങ്കിൽ കൂടി അത് പ്രായോഗികമല്ല എന്ന നിലപാട് അറിയിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ധനകാര്യമന്ത്രി രാജിവെക്കുകയും ചെയ്തു. തുടർന്ന് ലിബറൽ പാർട്ടിയിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ തർക്കങ്ങൾ ഉണ്ടാവുകയും ഈ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ ഒരു പ്രശ്നം സങ്കീർണമായതോടെയാണ് ജഗ്മീത് സിംഗ്, അതായത് ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടി, ഈ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകണം. പരസ്പരം കലഹിക്കുന്ന ഈ പാർട്ടിക്കാർ, പരസ്പരം കലഹിക്കുന്ന ലിബറൽ പാർട്ടി രാജ്യത്തിന് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി പോലുമല്ല പ്രവർത്തിക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കണമെന്നൊരാവശ്യം അദ്ദേഹം പിന്തുണച്ചിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ഖാലിസ്ഥാൻവാദികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തന്നെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അത് അവരുടെ എതിർപ്പ് നേരിടേണ്ട സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സമ്മർദ്ദം ശക്തമായ ഒരു സാഹചര്യം
സാഹചര്യമുണ്ട്. അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആ രാജിയിലേക്ക് ഉടൻ തന്നെ പോകുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബുധനാഴ്ച നടക്കുന്ന കോക്കസിന് മുന്നോടിയായി ഈ പാർട്ടികൾ ബന്ധപ്പെട്ട കോക്കസിന് മുന്നോടിയായി തൻ്റെ തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ രാജി പ്രഖ്യാപനമുണ്ടാകും എന്നാണ് ജസ്റ്റിൻ ട്രൂഡോയുമായി അറിയുന്ന ജസ്റ്റിനോയുടെ അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ രാജി സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായ പ്രതിഷേധം സ്വന്തം പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ വംശജരുടെ അല്ലെങ്കിൽ സിഖ് വംശജരുടെ പാർട്ടിയിൽ നിന്നെല്ലാം തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം അസ്വീകാര്യമായി മാറിയിരിക്കുന്നു ഇതുവരെ അദ്ദേഹത്തെ പിന്തുണച്ചവരുടെ ഭാഗത്തു നിന്ന് തന്നെ എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് രാജി സമ്മർദ്ദം ഏറുകയും സ്വാഭാവികമായും രാജിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. PFI ഭീകരൻ ഡൽഹിയിൽ പിടിയിൽ. PFIക്കായി ഹവാല ഇടപാട് നടത്തിയ മുഹമ്മദ് ആലത്തിനെയാണ് NIA പിടികൂടിയത്. ഗൾഫിൽ നിന്നും വന്ന ഭീകരനെ വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ദുബൈയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ബീഹാർ സ്വദേശി മുഹമ്മദ് ആലത്തിനെയാണ് NIA കൈയോടെ പിടികൂടിയത്. PFIക്കായി ഹവാല ഇടപാട് നടത്തിയ വ്യക്തിയാണ് പിടിയിലായ മുഹമ്മദ് ആലത്ത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക ഇടപാടിനെ പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 13,000 അക്കൗണ്ടുകൾ വഴിയാണ് PFIക്ക് പണം എത്തിയിരുന്നത്. ഇതിൽ ഒരു അക്കൗണ്ട് മുഹമ്മദ് ആലത്തിന്റേതാണ്. ED കണ്ടെത്തിയ 13,000-ൽ 10,000-ഓളം അക്കൗണ്ടുകൾ മലയാളികളുടേത്. ഇന്ത്യയിൽ കാലുകുത്തിയാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നതിനാൽ ഈ മലയാളി PFI ഭീകരരെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുന്നു. ഇവരെല്ലാം അടുത്തിടെ കുടുംബങ്ങളെ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് കൊണ്ടുപോയതായി NIA വൃത്തങ്ങൾ അറിയിച്ചു. ജനം, ഡൽഹി. മഹാരാഷ്ട്രയിൽ നിർണായക രാഷ്ട്രീയ നീക്കം. ശരത് പവാർ പക്ഷം NCP മഹായുതിയിലേക്കെന്ന സൂചന. 8 MPമാർ അടക്കം മഹായുതിയുടെ ഭാഗമാകും. മഹായുതിയുടെ ഭാഗമായി എത്തുന്ന നിർണായകമായ വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിറകെ മഹാരാഷ്ട്ര വീണ്ടും രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് വേദിയാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ശരത് പവാറും BJP നേതൃത്വം നൽകുന്ന NDAയിലേക്ക് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP പിളർന്നതിന് ശേഷം ആദ്യം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കടന്നുപോയത്. അതിൽ യാതൊരു തരത്തിലും നേട്ടമുണ്ടാക്കാനാകാതെ തകർന്നടിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് NCP ശരത് പവാർ വിഭാഗം പോയിരുന്നു. ഇതിന് പിറകെയാണ് ശരത് പവാർ അജിത് പവാറിനൊപ്പം ചേർന്നുകൊണ്ട് NCP ഒന്നായ NCP മഹായുതിക്കൊപ്പം BJP നേതൃത്വം നൽകുന്ന സഖ്യത്തിനൊപ്പം മഹാരാഷ്ട്രയിലേക്ക് എത്തും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. മഹായുതി സർക്കാരിന്റെ ഭാഗമാകുന്നതോടൊപ്പം നിലവിൽ ശരത് പവാറിനൊപ്പമുള്ള MPമാരും NDAക്കൊപ്പം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ലോക്സഭയിൽ NDAയുടെ BJP നേതൃത്വം നൽകുന്ന NDAയുടെ എണ്ണത്തിൽ അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കും. അതുമാത്രമല്ല മഹാരാഷ്ട്രയിൽ ഒരു വലിയ പ്രതിപക്ഷമില്ലാത്ത ശക്തിയായി BJP നേതൃത്വം നൽകുന്ന മഹായുതി സർക്കാർ മഹായുതി മാറും എന്നുള്ളതാണ് ഏറ്റവും നിർണായക കാര്യം. അതിനുമപ്പുറത്തേക്ക് പ്രതിപക്ഷ നിര തകർന്നടിയുന്നു എന്നൊരു കാര്യം കൂടിയും ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണണം. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള മുന്നണി ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ നിർത്തിയിരുന്നത് കോൺഗ്രസ് ആണ്. അതിന് നേതൃത്വം നൽകുന്നതെങ്കിലും അതിന് ആ ഒരു മുന്നണി രൂപം കൊള്ളാൻ ആദ്യം മുൻകൈ എടുത്തത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരുന്നു. നിതീഷ് കുമാർ അവിടെ ബീഹാറിൽ BJPക്കൊപ്പം NDAക്കൊപ്പം ചേർന്നു. പിന്നീട് ശരത് പവാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയാണ് അതിന്റെ മുൻനിരയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നത്. ആ ശരത് പവാറും ഇപ്പോൾ BJPക്കൊപ്പം പോവാൻ ഒരുങ്ങുന്നു എന്നുള്ളത് പ്രതിപക്ഷ നിരയുടെ നട്ടലൊടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 5 വർഷത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ആദ്യം BJPയും ശിവസേനയും ഉൾക്കൊള്ളുന്ന സർക്കാരിന് ജനങ്ങൾ മുൻതൂക്കം നൽകിയെങ്കിലും ശിവസേന ഉദ്ധവ് വിഭാഗം കോൺഗ്രസിനൊപ്പം പോയിക്കൊണ്ട് അവിടെ സർക്കാരിനെ അട്ടിമറിച്ചു. പിന്നീട് ശിവസേന പിളർന്നു, NCP പിളർന്നു. അതിനുശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാറും ഉൾക്കൊള്ളുന്ന മഹായുതി വൻ ഭൂരിപക്ഷം 288 അംഗ നിയമസഭയിൽ
മൃഗീയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കോൺഗ്രസിനൊപ്പം നിന്നാൽ രാഷ്ട്രീയ ഭാവി വെള്ളത്തിലാകും, അല്ലെങ്കിൽ മുൻപോട്ട് രാഷ്ട്രീയമായി മുൻപോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവാണ് ശരത് പവാർ വിഭാഗം NDAക്കൊപ്പം അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതിക്കൊപ്പം ചേരാൻ കാരണമാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിൽ BJP സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് NCP നേതാവ് ശരത് പവാർ കത്തെഴുതിയിട്ടുണ്ടൊപ്പം സുപ്രിയ സുലെ NCP ശരത് പവാർ വിഭാഗത്തിലെ പ്രമുഖയായ നേതാവ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും BJP സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ശിവസേനയുടെ മുഖപത്രം സാമ്നയിലും BJP സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. NCPയും ശിവസേനയും വീണ്ടും ഒന്നിച്ചുകൊണ്ട് ശിവസേനയും NCPയും BJPക്കൊപ്പം മഹായുതിക്കൊപ്പം നിർണായകമായ രാഷ്ട്രീയ നീക്കം മഹാരാഷ്ട്രയിൽ സംഭവിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.